ഒരു സൽക്കർമ്മമാണ് അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിലുണ്ടാകും. ആ ഒരു പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സൽപ്രവർത്തനം. നമ്മുടെ കുറെ നല്ല മനസ്സുകൾ ഒരുമിച്ചാൽ ഒരുപാട് പേർക്ക് ആശ്വാസം പകരാൻ കഴിയൂ എന്നത് ഉദാത്തമായ ഉദാഹരണമാണ്, ഒരു സന്ദേശമാണ് ഈ പരിപാടി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാൽ പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ സാധാരണ ഇത്തരം മതപരമായ ചടങ്ങുകൾക്കും മതപരമായ മേഖലയ്ക്കുള്ള ഒരു പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ഒരാളല്ല. ഞാനുമായിട്ട് വ്യക്തിപരമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാം. പക്ഷേ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ സംഘടനയുടെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ വരാനുണ്ടായ കാരണം മറ്റ് ട്രസ്റ്റുകളെ അപേക്ഷിച്ച് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാ വർഷവും ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പ്രിന്റ് ചെയ്ത് സംഭാവന കൊടുത്തവരും കൊടുക്കാത്തവരുമായ മുഴുവൻ പൊതുജന സമക്ഷം ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്ന എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏക സംഘടന ഈ ഇസ്ലാം മതത്തിൻ്റെ ഒരു ആലങ്കാരികമായ ഒരു പരികല്പന ഉണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് എന്നാലാവും വിധമുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാനിടയായത്. ഏതാണ്ട് 28 വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ എല്ലാമായിട്ടുള്ള പാലസ് പള്ളിയിലെ ഇമാമായിരുന്ന നമ്മുടെ മൊയിനുദ്ദീൻ ഉസ്താദാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. 7-ാം നോമ്പാണെന്നും അപ്പം ഇതുപോലുള്ളൊരു മഹത്തായിട്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഇത് ജനങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എന്താണേലും കഴിഞ്ഞ 28 വർഷമായിട്ട് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ ഏതാണ്ട് 3-4 വർഷമായിട്ട് ഇപ്പം നമ്മുടെ കടപ്ര ഹോസ്പിറ്റലും ഒരു ദിവസം പോലും മുടങ്ങാതെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് കഞ്ഞിയും അതിനു വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഘടന തന്നെയാണ് ഈ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ഇന്ന് ഏതാണ്ട് 280ഓളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക് പെരുന്നാൾ പ്രമാണിച്ചിട്ട് അവർ ഏതാണ്ട് 1000 രൂപയോളം വില വരുന്ന വസ്ത്രങ്ങൾ ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തന്നെയാണ്. കാരണം അവർ തന്നെ പോയി സെലക്ട് ചെയ്ത് അവർ തന്നെ എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PS ആറ്റക്കോയ തങ്ങളാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു മഹത്തായ പരിപാടിയിൽ സന്നിധരാകുന്നുണ്ട്. നമുക്ക് ഈ സംഘടനയെക്കുറിച്ചിട്ടും ഈ സംഘടനയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംഘാടകരോട് തന്നെ നമുക്കത് ചോദിക്കാം. തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ശരിക്കും പറഞ്ഞാൽ ഈ വസ്ത്രം കൊടുക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു പിതാവും 5-8 വയസ്സുള്ളൊരു കുട്ടിയും കൂടി ഉള്ള സംഭാഷണമാണ്. ആ കുട്ടി പിതാവിനോട് പറഞ്ഞു, റമദാൻ 27-ന് അന്ന് വാപ്പ ഉടുപ്പെടുക്കുന്നില്ലേ, അപ്പോൾ പിതാവാണെങ്കിൽ തീരെ സുഖമില്ലാത്ത ആളാണ്. അദ്ദേഹം എടുക്കാൻ മോളെ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും ബാപ്പയും മോളും കൂടി പൊട്ടിക്കരയുന്ന ഒരു പശ്ചാത്തലം എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുകയും ചെയ്യും. പടച്ചവനെ അടുത്ത കൊല്ലം ഒരാൾക്കും കൊടുക്കാൻ ഇടവരുത്തണേന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പടച്ചവൻ്റെ സഹായത്താൽ എത്തിപ്പെട്ടിരിക്കുന്ന 272 പേർക്കാണ് 20 കൊല്ലത്തിന് ശേഷവും. അതുപോലെ തന്നെ ഓരോ പ്രവർത്തനം കഞ്ഞി കൊടുക്കുന്നതും ഒരു അമ്മയും മകനും കൂടി വളരെ വിഷമിച്ച് മകന് പട്ടിണി കൊണ്ട് ആകെ ഇടങ്ങാറെ ആശുപത്രി വന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വന്ന ആലസുകളിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വരെയും അന്നത്തെ ആ വിശപ്പ് ദൈവം മാറ്റി കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം മുതൽ ഇന്നലെ വരെയും വൈകുന്നേരം എല്ലാ ദിവസവും 2 ആശുപത്രികളിലും കഞ്ഞി കൊടുക്കുന്നു. ഇന്നത്തെ കഞ്ഞി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോരോ ധാരാളം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കീഴിൽ നടത്തി വരുന്നു. മരുന്ന് തീരെ നിർധനരായ കുറേ ആൾക്കാർക്ക്, അതായത് കണക്കില്ലാതെ ആരൊക്കെ സഹായത്തിന് വരുന്നു അവർക്കൊക്കെ മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ഷോപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീരെ വീടില്ലാത്ത വയസ്സന്മാർക്കായ വീട് വാടക, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ കീഴിൽ നടന്നു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടന്നു വരുന്നത് സുമനസ്സുകളായ നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാരെ കൊണ്ടാണ്. മാത്രമല്ല
കുറച്ച് ടെന്ന് ചില വീടുകളിൽ വെച്ചിട്ടുണ്ട്, വീടുകളിലും കടകളിലും. അതിൻ്റെ അടിസ്ഥാന വരുമാനം അതാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വാഹനമില്ല, കുറച്ച് സ്ഥലമില്ല. ഈ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് ചെറിയൊരു വാഹനം വാങ്ങിക്കണം. കഞ്ഞി കൊണ്ടുപോകാൻ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താൽ കൊണ്ടുപോകുന്നു. ഒരു ചെറിയ വാൻ വാങ്ങിക്കണം, അതിനും കുറച്ച് കാശ് ആവശ്യമുണ്ട്. അതിലും എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. അതിന് പഠിച്ചവൻ ഇടവരുത്തിട്ട് അതിനുശേഷം ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ച് പാലിയേറ്റീവ്, ഡയാലിസിസ്, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ, ചികിത്സാ രംഗത്തുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം വലിയ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി ആ സ്ഥലം വാങ്ങിക്കണം. സ്ഥലം ഉണ്ടെങ്കിലേ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടി നല്ലവരായ സുമനസ്സുകളായ നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, മഹത്തായ പരിപാടി എന്നോ ഏതെങ്കിലും ഏത് വ്യക്തികളെ കൊണ്ട് നടക്കാൻ കഴിയാത്തത് ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ചാരിതാർത്ഥ്യം. അൽഹംദുലില്ലാ, ഈ റമദാനിൽ നമുക്ക് ആകാശത്തുള്ളവർ നമുക്ക് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടത്. ആ ഒരൊറ്റ തിയറിയാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇനിയും ഈ ഒരുപാട് കാലം ഇവരെയൊക്കെ സ്നേഹിക്കാനും കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും ഈ സംഘത്തിലൂടെ നമുക്ക് കഴിയണം. അതിന് പടച്ചതമ്പുരാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ദുആണ്. ആലപ്പുഴ കേന്ദ്രമായി കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ കാരുണ്യ പ്രവർത്തന സംഘടനയാണ് അൽ ഇഹ്സാൻ. ആലപ്പുഴ പാലസ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു പുരോഹിതൻ്റെ പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് പരിമിതികളുമുണ്ട്. ആ പരിമിതികൾക്കപ്പുറമായി എന്താണോ മതപരമായ വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ളത്, അത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ, പ്രവർത്തനവും ആ സംസാരവുമായി ബന്ധപ്പെട്ട് പോകണം. അങ്ങനെ എന്താണോ സംസാരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തകനാണ് പ്രിയപ്പെട്ട മൊയിനുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹം 25 വർഷമായിട്ട് മറ്റ് സംഘാടകരെ കൂടി, മറ്റുള്ള ആലപ്പുഴയിലെ പ്രമുഖ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഈ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണ്. എല്ലാ വർഷവും ഒന്നിനും മെച്ചമായിട്ടായി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ റംസാനുമായി ബന്ധപ്പെട്ടുള്ള ഈ കാരുണ്യ പ്രവർത്തനം അത് ഇനിയും മുന്നോട്ടിങ്ങനെ പോകണമെന്നുള്ള പ്രാർത്ഥനയും ആശംസകളും നേരുകയാണ്. നമ്മുടെ പരിപാടികളൊക്കെ ഭംഗിയായി അവസാനിച്ചു. പിന്നെ ഇതിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാടകയ്ക്കെടുത്ത ഒരു വാഹനത്തിലാണ് ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കുമായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന ഹോസ്പിറ്റലുകളായ ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ തന്നെ WNC ഹോസ്പിറ്റലും. ഇൻഷാ അല്ലാഹ് അത് വാടകയ്ക്കായിരുന്നു ഇതുവരെ. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി വിലക്കെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിൽ അഭ്യുദയകാശം സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 18 വർഷങ്ങളോളമായി ഞാൻ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാ, വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഈ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞിട്ടും അള്ളാഹുവിന് ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ദീർഘകാലം മുന്നോട്ട് ചലിക്കുവാനുള്ള തൗഫീഖ് നാഥൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംതൃപ്തി എല്ലാവർക്കും അൽഹംദുലില്ലാ. ഞങ്ങൾ ഒരു മാസമായിട്ട് പരിശ്രമിച്ച് എൻ്റെ പരിസമാപ്തി ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതിയിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള 25 വർഷമായിട്ട് ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അൽഹംദുലില്ലാ അടുത്ത വർഷം ഇതിലും വലുതായിട്ട് നടത്തുവാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സിലേക്ക് വന്ന എല്ലാവർക്കും അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദിയും കടപ്പാരും രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. ഇതെല്ലാം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. മുത്തനബി പഠിപ്പിച്ച കാര്യമാണ്. പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും അതുപോലെ ചെയ്യുന്ന അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. എന്തായി, സന്തോഷമായോ? സന്തോഷമായി. ആശംസകൾ. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എല്ലാം സന്തോഷമായി.